ആമൻ പോലെ ആമൻ ടൈപ്പ് പോലെ കളർ ജോണർക്ക് അതുപോലെ ആമൻ പോലെ ഒരു സെറ്റപ്പ് ആണെങ്കിലും അതിനേക്കാളും ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പടം എല്ലാ പ്രേക്ഷകർക്കും എത്തും എന്നുള്ളൊരു കാര്യത്തിൽ വലിയതില്ല. എന്ന് വെച്ചാൽ ഈ പടം ആമേൻ പോലെയാണോന്നൊന്നുമല്ല, ആമേൻ എന്നൊന്നും ഒരു എന്താ പറയുക എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആമേനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു പടത്തിൽ. കോമഡി ഫുള്ള് നല്ല ഒരുപാട് നടക്കുന്ന ഒരു കോമഡി സിനിമയായിരുന്നു. എന്താ നല്ല രസമാണ് കണ്ടിരിക്കാൻ. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ലാഗൊന്നുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. നല്ലൊരു കഥ, ഒരു കൊച്ചു കഥ, ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്നു. വളരെ നന്നായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്നതാണ് ഈ ഫിലിം. അത് എന്താ പറയുന്നത്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്ന മറ്റൊരു ഗ്രാമ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ഒരു കഥ. ആ കഥാപാത്രങ്ങൾ ഒരാളെപ്പോലും ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായിരിക്കുന്നു. ആ ചിത്രീകരണവും ക്യാമറയും എല്ലാം നല്ല ഡയറക്ഷൻ. അടിപൊളി സിനിമയാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് കാണാൻ അടിപൊളിയാണ്. വസ്ത്രാലങ്കാരം എല്ലാം നല്ലതാണ്. ലാഗൊന്നുമില്ല. കോമഡി ട്രാക്കിലാണ് പോയേക്കുന്നത്. നല്ല മെസ്സേജൊക്കെ ഉണ്ട്. ലുക്മാനും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി വരും. പടം നമ്മുടെ ഈ മുൻഷിന്ന് ഏഷ്യാൻ ന്യൂസ് ഉണ്ടാകുന്ന മുൻഷിയില്ലേ, മുൻഷിയുടെ ഒരു എക്സലൻ്റ് വേഷം പോലെ ഇരിക്കും. മുൻഷിയുടെ ക്യാരക്ടേഴ്സ് പോലെയുള്ള ആ ഒരു രീതിയിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. നല്ല പടം, നല്ല രസമുള്ള പടം. ഇല്ല അത് ആ രീതിയിൽ കണ്ടാൽ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പടം, ഒരു ആമൻ പോലെ ആമൻ ടൈപ്പ് പോലെ കളർ ജോണർക്ക് അതുപോലെ. ഇല്ല നോർമൽ ഒരു കോമഡി പടമാണ്. നല്ല രസമുള്ള പടം. പറയാനൊന്നും വയ്യാട്ടാ. പടം നല്ല രസമുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ പക്ക എൻ്റർടൈനറാണ്. ഒരു പക്ക വെറൈറ്റി സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. ആമൻ പോലെ ഒരു സെറ്റപ്പ് ആണെങ്കിലും അതിനേക്കാളും ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്കയാണ്. പടം എല്ലാ പ്രേക്ഷകർക്കും എത്തും എന്നുള്ളൊരു കാര്യത്തിൽ വലിയതില്ല. പക്ഷേ ഒരു സാധാ സിനിമാ പ്രേമികൾക്കെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് കേട്ടോ. കൂടെ കൊള്ളാം. കൂടെ നല്ല കോസ്റ്റ്യൂം, നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവരിതെല്ലാം നല്ല. ആ പഴയകാലം, പിന്നെ ഒരു അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട്, പിന്നെ വിനയ് പോർട്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല അഭിനയം. നല്ല പടം, ഒരു അവാർഡ് പടം പോലെയുള്ളത്. കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ ഒരു മുഷിപ്പില്ല, ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു പടം. പടം സൂപ്പറാണ്, ഒന്നും പറയാൻ രക്ഷയില്ല. കോമഡി, ഫുൾ കോമഡി. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല. കോമഡി ആയിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇല്ല, അവസാനം ഫുള്ള് കോമഡി ആയിരുന്നു. പടം നൈസാണ്. അതായത് എന്താ പറയുക, ഈ അടുത്ത് കണ്ടേക്കുന്ന ഒരു കോമഡി പടങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റാണ്. അതായത് ഇതിന് മുൻപ് ഇപ്പോൾ ആമേൻ എന്നുള്ള പടം വന്നല്ലോ വർഷങ്ങൾക്ക് മുന്നേ. ആമേൻ കണ്ടപ്പോൾ ഒരു ഫീൽ എന്ന് വെച്ചാൽ അതുവരെ ഇറങ്ങിയ പടങ്ങളിൽ നിന്നും ഒരു 2-3 വർഷം മുന്നേ അതിന് ശേഷമൊന്നും ആ ഒരു മോഡൽ പടം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പടം ആമേൻ പോലെയാണോന്നൊന്നുമല്ല, ആമേൻ എന്നൊന്നും ഒരു എന്താ പറയുക എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആമേനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതുപോലൊരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ്. അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു പടമായിട്ട് തോന്നി. കോമഡീസ് എല്ലാം കൊള്ളാം, സിറ്റുവേഷൻ കോമഡിയും കൊള്ളാം, ഡയലോഗ് കോമഡിയും കൊള്ളാം. പിന്നെ പെർഫോമൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും വിനയ് ഫോർട്ടിൻ്റെ എടുത്ത് പറയേണ്ടതാണ്. പുള്ളിയുടെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ചിരി വരുന്നുണ്ട്. ഇതിൽ സംഭവം ആക്ച്വലി യഥാർത്ഥ നായകൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രെഡ് തന്നെയാണ്. നല്ലൊരു ത്രെഡ് ഒരു പടമാണ്, കൊള്ളാം. ഇത് നമ്മൾ ഈ മുത്തശ്ശി കഥയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അതായത് എന്താണ്, ഒരു പഴമയുണ്ട്, ആ ഒരു മോഡൽ തന്നെയാണ്. അതെ. അത് സംഭവം എന്ന് വെച്ചാൽ വിനയ് ഫോർട്ടിൻ്റെ ഈ ഒരു ലുക്ക് ആണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റേ ഈ പടം രാമചന്ദ്ര ബോസാൻകോയുടെ പ്രൊമോഷൻ ടൈമിലൊക്കെ പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഇത് തന്നെയാണ്. പുള്ളിയുടെ ലുക്ക് വൈറലായത് ഈ പടത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി ഒരു എന്താ പറയുക, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിഗ്ഗും, ഒരു പ്രത്യേകതയുള്ള ഒരു വിഗ്ഗും, ചെറിയൊരു മീശയൊക്കെ വെച്ച് നമുക്ക് പുള്ളിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. പുള്ളി ഇതിനകത്ത് എന്താ പറയുക, കോമഡിയാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ കുറേ മാസ് സംഭവങ്ങൾ, അത് കോമഡിയാണ് പക്ഷേ ഒരു മാസ് തരത്തിൽ പുള്ളി ചെയ്യുന്നുണ്ട്. നമുക്കതെല്ലാം കൗണ്ടേഴ്സൊക്കെ ചിരി വരുന്നു. ഫസ്റ്റ് ഹാഫിൽ നിന്നും സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ പടം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാവുന്നൊരു കോമഡി പടം. ഇപ്പം പിന്നെ എന്താ പറയുക, ഒരുവിധം എങ്ങനെ തിയേറ്ററിൽ ഇളക്കി മറിച്ച പടങ്ങളുടെയൊക്കെ ഒരു ഒഴുക്ക് കുറഞ്ഞ് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ആവേശം OTT വന്നു, ബാക്കി പടങ്ങളുടെയൊക്കെ ഒരു കളക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ വേറൊരു പടം കൂടെ റിലീസായിട്ടുണ്ട്, മാരിവില്ലൻ ഗോപുരങ്ങൾ. അത് ഞാൻ കണ്ടില്ല, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊന്നും ഇനി ഭയങ്കരമായിട്ടുള്ള പടങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഈ സിനിമ ഒരു സാമാന്യ ഡീസൻറ്റ് ഹിറ്റ് അടിക്കും സാധ്യത കാണുന്നുണ്ട്.